ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുംതൂണായ ശ്രീനാഥിനെ നേരിട്ട് കണ്ടതിന്റെ ആഹ്ലാദത്തിലായിരുന്നു തിങ്കളാഴ്ച കണ്ണൂരിലെ ക്രിക്കറ്റ് പ്രേമികൾ. താവക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കിയ സ്മാർട്ട് ക്ലാസ് റൂം ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. It's been a privilege to be part of a government school, especially transforming this to be a smart school. That is very important. I think we have to move on at times, and then such charities to come forward and then make this happen is a wonderful idea. And I think this should be a cascading effect, and a lot of people should look up to these kind of government schools, upgrade them like the way they have done it. This has been beautifully done here. 136 വർഷം പഴക്കമുണ്ട് താവക്കര ഗവൺമെന്റ് UP സ്കൂളിന്. സ്ഥലപരിമിതി മൂലം വലിയ പ്രതിസന്ധിയാണ് ഇന്ന് ഈ വിദ്യാലയം നേരിടുന്നത്. ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടലിന്റെ വക്കുവരെ എത്തി. പ്രധാന അധ്യാപകനായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ രാധാകൃഷ്ണൻ മാണിക്കോത്ത് എത്തിയതോടെ സ്കൂൾ നിലനിൽപ്പിനായി ചില ഇടപെടലുകൾ നടത്തി. സമൂഹത്തിന്റെ സഹായം തേടി. MP, MLA ഫണ്ട് അനുവദിക്കുന്നതിന് സാങ്കേതികമായി ഒട്ടേറെ പരിമിതികൾ ഈ സ്കൂളിനുണ്ട്. സ്കൂളിന് ചുറ്റും റോഡാണ്. റോഡിൽ നിന്ന് നിശ്ചിത സ്ഥലം വിട്ടു മാത്രമേ നിർമ്മാണം അനുവദിക്കുകയുള്ളൂ. ഇതാണ് സർക്കാർ സഹായത്തിനുള്ള പ്രധാന തടസ്സം. സാധാരണഗതിയിൽ നമ്മൾ ആരെയും സമീപിക്കാനുള്ളൊരു മനസ്ഥിതിയാണ്. ഒരാളടുത്ത് പോയി ഇനി മുട്ടാത്ത വാതിലുകളില്ല. പക്ഷെ ആരും ഒരു വലിയ വിഭവ സമാഹരണത്തിന് ആരും തയ്യാറാവുന്നില്ല. ആ ഒരു സമയത്താണ് ഒരു ദൈവനിയോഗം എന്നോണം ഇത്തരത്തിലുള്ളൊരു സോയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡോക്ടർ ഷമാ മുഹമ്മദ് നമ്മുടെ മുമ്പിലെത്തുന്നത്. പിന്നീട് നമ്മൾ പറയുന്ന പ്രോജക്റ്റുകൾ അവരെ അംഗീകരിച്ച് തരിക എന്ന് പറയുന്നത് അത് സ്വപ്നത്തിനും അപ്പുറത്താണ്. നമ്മൾ സ്വപ്നം കാണാം നമുക്ക്, പക്ഷേ ഒരുപക്ഷെ നമ്മൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഒരുക്കിത്തരാൻ അവർ മുന്നോട്ട് വന്നത്. ഇടിഞ്ഞു വീഴാറായ സ്കൂളിന്റെ ഒരു ഭാഗം മുഴുവൻ സോയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിതു. ക്ലാസ് റൂമുകൾ ഒരുക്കി. പ്രൊജക്ടർ അടക്കം വെച്ച് ക്ലാസ് റൂം സ്മാർട്ടാക്കി. സ്കൂളിന് മുന്നിലുള്ള കളിസ്ഥലവും ഇന്റർലോക്ക് പാകി മനോഹരമാക്കി. ഇപ്പോൾ എല്ലാം സ്മാർട്ടായി എന്ന് കുട്ടികളും. ആദ്യം അതെല്ലാം പൊട്ടിട്ടേനുണ്ടായിന്. ക്ലാസ് റൂമിൽ ഇപ്പൊ അടിപൊളിയായി, ഡിജിറ്റൽ പോലെ സന്തോഷായി. ഈ വിദ്യാലയത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഏറെ പ്രയാസം തോന്നിയെന്നും സ്വന്തം നാട്ടിലെ ഒരു സർക്കാർ വിദ്യാലയം ഇത്തരത്തിൽ ആകരുത് എന്ന് മനസ്സ് പറഞ്ഞതുകൊണ്ടാണ് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ദൗത്യം ഏറ്റെടുത്തതെന്നും ഡോക്ടർ ഷമാ മുഹമ്മദ് പറഞ്ഞു.